അവരുടെ കനിവിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങി കഴിച്ചാൽ എനിക്കത് ഇറങ്ങില്ല നന്ദ. എനിക്കറിയാം എൻ്റെ സ്വഭാവം ശരിയല്ല എന്ന്. പക്ഷേ ഞാനെന്തോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ നല്ല വിഷമം എനിക്കുണ്ട്. എനിക്ക് മറ്റൊരു കമ്പനിയിൽ ജോലി ഏകദേശം റെഡിയായിട്ടുണ്ട്. എന്നോടിങ്ങനെ സ്നേഹം കാണിക്കുന്നതിലും എന്നെ നിങ്ങൾ ഇങ്ങനെ പരിഗണിക്കുന്നതിലുമൊക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും എൻ്റെ മനസ്സ് നിറയുണ്ട്. എൻ്റെ അർച്ചനയെ ആദരിയും നിങ്ങൾ മകളെപ്പോലെയും അനിയത്തിയെപ്പോലെയും സ്നേഹിക്കുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എൻ്റെ സമാധാനവും. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. ഞാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ കേട്ടതിലും മനസ്സിലാക്കിയതിലുമൊക്കെ ഒരുപാട് മുകളിൽ അനൂപ്. ഈ ജോലി വേണ്ടെന്ന് സ്നേഹപൂർവ്വം നിരസിച്ചപ്പോൾ ആദ്യം എനിക്ക് വിഷമം തോന്നി. എങ്കിലും ഇപ്പം അതില്ല. കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഏട്ടനെ കിട്ടിയതിനപ്പുറം ഞങ്ങൾ അവർക്കായി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അനൂപ് പറഞ്ഞതുകൊണ്ട് ഒരു ഉറപ്പ് ഞാൻ തരാം. ഈ വീട്ടിൽ അർച്ചനയ്ക്കും ആദരിക്കും ഒരു കുറവുണ്ടാവത്തില്ല. വൃന്ദാവനത്തിൽ അനൂപ് അവർക്ക് കൊടുത്ത സ്നേഹവും പരിഗണനയും വാത്സല്യവും അവർക്ക് കൊടുക്കാൻ നെല്ലിശ്ശേരിയിൽ ഇനി നന്ദനുമുണ്ട്. അച്ഛനും സന്ദീപും സ്നേഹയും എല്ലാവരും ഉണ്ട് അവർക്ക്. അതിലെല്ലാം ഉപരി അവളെ സ്നേഹിക്കാൻ എൻ്റെ അനിയൻ സച്ചിയുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു പേടിയും ആശങ്കയും അനുവിന് വേണ്ട. അതെ, നന്ദൻ പറഞ്ഞ അതിൻ്റെ ശരി. എനിക്ക് നന്ദൻ എങ്ങനെയാണോ അതുപോലെ തന്നെ അനൂപും. അതുകൊണ്ട് തന്നെ എന്താവശ്യത്തിനും അനൂപിന് ഇവിടെ വരാം. അതേപോലെ അനൂപിനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളും അനൂപിനെ വിളിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നാളെ നന്ദന്റെ പിറന്നാളാ. ഞാൻ മാഷിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നന്ദൻ തിരിച്ചു വന്നുകൊണ്ട് വലിയ ആഘോഷമാക്കാനാ മക്കളുടെ തീരുമാനം. മാഷും കമലയും അനൂപും ഒക്കെ ഇങ്ങോട്ട് വരണം. മാഷും കമലയും അനൂപും ആവണിമോളും എല്ലാവരും നാളെ നേരത്തെ ഇങ്ങ് വരണം. ആവണിമോള് ഹോസ്റ്റലില, ബാക്കി എല്ലാവരും വരും. എന്തായാലും നിങ്ങൾ എല്ലാവരും നേരത്തെ തന്നെ വരണം. എന്നാ ഞാനും നന്ദനും ഇറങ്ങട്ടെ. ഒരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയതാ. അനൂപ് അർച്ചനയെ ആതിരയൊക്കെ കണ്ടിട്ട് സൗകര്യം പോലെ പോയാ മതി. നാളെ വരണം കേട്ടോ. ശരി, ആയിക്കോട്ടെ. അനുവേട്ടാ, ഞങ്ങള് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാ. അർച്ചന മുകളിലുണ്ട്. ഞാൻ അനുവേട്ടനെ വിളിച്ചോളാം. ഞാൻ ജോലി വേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നോട് വിഷമമായെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനൊന്നുമില്ല. അനൂപേട്ടനെ എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അനുവേട്ടാ. പോയിട്ട് വാ. ഏതായാലും ഇതുവരെ വന്നതല്ലേ. ഇനിയിപ്പോൾ അർച്ചനെ അതിലും കണ്ടിട്ട് പോവാം. ആയിക്കോട്ടെ. ശരി ഏട്ടാ, പോയിട്ട് വരാം. അവര് തന്ന ജോലി വേണ്ടെന്ന് എന്തിനാ പറഞ്ഞത്? വേറെ കമ്പനിയിലെ ജോലി കിട്ടിയെന്ന് പറഞ്ഞത് കള്ളമല്ലേ? അതെ, കള്ളം തന്നെയാ പറഞ്ഞത്. അത് മറ്റൊന്നും കൊണ്ടല്ല മീരെ. ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഇവിടുത്തെ ആളുകളോട് കൂടുതൽ അടുപ്പുണ്ടാക്കാൻ എനിക്ക് പേടിയാ. അടുത്ത ബന്ധുക്കളാ എപ്പോഴും ചെറിയ കാര്യത്തിന് ശത്രുക്കളാവുന്നത്. ഇപ്പോഴിത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഉള്ളൊരു മുഷിവേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അത് ബാധിക്കുന്നത് എന്നെ മാത്രമായിരിക്കില്ല, ഇവിടെ താമസിക്കുന്ന എൻ്റെ സഹോദരിമാരെ ആയിരിക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. മനസ്സിലായി അനുപേട്ട. അനുപേട്ടന് വേറെ എവിടെയെങ്കിലും നല്ല ജോലി കിട്ടും, അപ്പൊ മതി നമുക്ക്. അതല്ല അനുപേട്ട, മറന്നേക്ക്. ദേ, നാളെ അച്ഛനെയും കൂട്ടി നേരത്തെ ഇവിടെ വരണം. ഇവിടെ നാളെ ഉത്സവ ആഘോഷ. എല്ലാവരും ചേർന്നുള്ള ഉത്സവ ആഘോഷം.
ഹലോ, ആ എത്തിയോ? ഇതാ വരുന്നേ. അതെല്ലാം ഓക്കെയാണ്. ആ ഏട്ടാ അത് ഹലോ മാഡം. എന്തായി കാര്യങ്ങളൊക്കെ? മാഡം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. കേക്കുമായിട്ട് അവിടെ വരേണ്ട താമസമുള്ളൂ. അർച്ചന ഓർഡർ ചെയ്ത കേക്ക് എത്തിയിട്ടുണ്ട്. അടുക്കളയില അതുകൊണ്ട് വെച്ചിരിക്കുന്നത്. നീ ആ കേക്കുമായി അവിടെ വന്ന് ആരും കാണാതെ രണ്ടും തമ്മിൽ മാറ്റി വെക്കണം. ശരി മാഡം. നീ അടുക്കള വഴി തന്നെ വന്നാൽ മതി. പുറയിലത്തെ ഡോർ ഞാൻ തുറന്നിട്ടേക്കാം. ആ ശരി മാഡം. പിന്നെ നീ ടെൻഷനൊന്നും ആവണ്ട. ഇവിടെ എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ആയി വലിയ ആഘോഷത്തിലാ. അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തൽ അത്രേ ഉള്ളൂ. നീ ധൈര്യമായിട്ട് വന്ന് നിന്നെ ഏൽപ്പിച്ച കൃത്യം കൃത്യമായി ചെയ്തിട്ട് പോ. അതിലെനിക്ക് പേടിയൊന്നുമില്ല മാഡം. നിന്റെ ഓവർ കോൺഫിഡൻസ് കാരണം മുന്നത്തെ കാര്യങ്ങളൊക്കെ പാളിപ്പോയത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ദേ, ഇതത്ര ചെറിയ കാര്യമൊന്നും അല്ല. വർഷങ്ങളായിട്ടുള്ള എന്റെ കാത്തിരിപ്പിന്റെ അവസാന നിമിഷങ്ങളാ. ഒന്ന് പിഴച്ച നാളത്തെ സൂര്യോദയം നീ കാണില്ല. ഒരു കുഴപ്പം വരില്ല മാഡം. പിന്നെ നിന്നെ ഇവിടെ വെച്ച് ആരെങ്കിലും കണ്ട ഞാനാണ് ഇവിടേക്ക് വിളിച്ചതെന്ന് പറയരുത്. ആതിരെ വിളിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞാൽ മതി. ഓ ശരി മാഡം. ഇനി നീ എന്നെ വിളിച്ചേക്കരുത്. ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി ചെയ്തു തീർത്തതിന് ശേഷം മാത്രമേ എന്നെ വിളിക്കാവൂ. ഓ ശരി. നന്ദേനെ പറഞ്ഞു വിട്ടിട്ട് വരാം.
ആ ശരി. അതെ, ഏട്ടനും ഏട്ടത്തി ഒരു പാട്ട് പാടണം. പാടാനോ? പോടാ, അങ്ങനെ പറഞ്ഞാണെന്ന് അറിയത്തില്ല. ചെറുതായിട്ടൊന്ന് മൂളിയാ അതെ മനെ പാട് വാ പ്ലീസ്. ഇവളെന്താ ഈ പറയുന്നത്? ഏട്ടത്തി വാ പ്ലീസ്. നന്ദേട്ടാ പാടി, ഇതൊക്കെ രസമല്ലേ? പോടാ, അതെ നീ ഒന്ന് പോയി, വെറുതെ മൂഡ് കളയാതെ. ഏട്ടാ ഏട്ടത്തി പ്ലീസ്. എനിക്ക് പാടാനൊന്നും അറിയില്ല. ദേ അച്ഛൻ പോകുന്നുണ്ട്. പാട് ഏട്ടത്തി. എനിക്കറിയില്ല സ്നേഹ. ഒന്നുമില്ല, ചുമ്മാ ഇരുന്നേ. നിനക്കാണോ പാടാൻ മടി, അവക്കാണോ? പാട് പാട് മോളെ, പുറത്തൊന്നും ആരും കൂടി ഇല്ലല്ലോ. പാട് പാട് പാട്. നന്ദേട്ടന് പാടണം കേട്ടോ. അച്ചു വാ മോളെ. ആ ഹലോ. മാഡം, മാഡം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാ ഞാൻ പൊക്കോട്ടെ മാഡം. ആ നീ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടാവണം. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിക്കും. ആ ശരി മാഡം. ഇത്ര മനോഹരമായൊരു ദിവസം തന്നതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. തിരക്ക് കാരണം വരാൻ കഴിയാത്ത സന്ധ്യയും സ്കൂൾ ഹോസ്റ്റലിലുള്ള ആവണിമോളും ഒഴികെ എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും ഒന്നിച്ച് ഇത്രയധികം സന്തോഷിച്ച ദിവസം അടുത്തെങ്ങും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ നന്ദന്റെ തിരിച്ചുവരവും ഇതുപോലെ എല്ലാവരും കൂടി ചേരുന്ന ഒരു ദിവസവും ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്നോടൊപ്പമുണ്ട്. മരുമക്കളായ മക്കളും കൂടെയുണ്ട്. ഇനി ഇന്ന് ഈ രാത്രി ഈശ്വരൻ എന്നെ തിരിച്ചു വിളിച്ചാലും വേണ്ടില്ല, അത്രയധികം സന്തോഷവാനാ ഞാൻ. മക്കള് കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനായ അച്ഛൻ. മാഷും എന്റെ അതേ മാനസികാവസ്ഥയിലായിരിക്കും. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഏതൊരച്ഛനും ഇന്ന് സന്തോഷിക്കുന്ന ദിവസം. ഇവിടെ നടക്കുന്ന ഏതൊരാഘോഷത്തിനും എനിക്കിതുവരെ മനസ്സ് തുറന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം.
ഈശ്വരന്റെ അനുഗ്രഹത്താലും എൻ്റെ അർച്ചന മോളുടെയും സന്ധ്യയുടെയും പ്രയത്നത്തിലും എൻ്റെ മകൻ തിരിച്ചു വന്നു. പല വിഷമഘട്ടത്തിലും എൻ്റെ ജീവൻ തിരിച്ചെടുത്തോളാൻ പറഞ്ഞിട്ടും ഈശ്വരൻ അത് ചെവിക്കൊള്ളാതിരുന്നത് എന്തിനാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ഇനിയും സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇനിയിപ്പോ പിറന്നാൾ ആഘോഷിക്കുന്ന ആളെ ഞാൻ 2 വാക്ക് പറയാനായി ക്ഷണിക്കുന്നു. നന്ദേടാ വാ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പിറന്നാൾ ആഘോഷം. ഒരിക്കൽ പോലും നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എല്ലാത്തിനും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഈശ്വരനെ പോലെ തന്നെ അർച്ചനയോടും സന്ധ്യയോടുവാ. കുറച്ച് വർഷങ്ങളായി എൻ്റെ ജീവിതം നിയന്ത്രിച്ചിരുന്നത് ഞാനല്ലായിരുന്നു. മറ്റാരുടെയൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങളിലും തെറ്റിദ്ധാരണയിലുണ്ടായ പകയിലും ഞാൻ എന്നെ ബലി കൊടുക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഇതുപോലൊരു രാത്രി എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. എങ്ങോട്ട് നോക്കിയാലും ഇരുട്ടായിരുന്നു. ആ കൂരിരുട്ടിൽ ലക്ഷ്യബോധവും ദിശാബോധവും ഇല്ലാതെ അലഞ്ഞു തിരികെയായിരുന്നു ഞാൻ. കാരണം എൻ്റെ അച്ഛൻ ഇത്രയും കാലം വിഷമിച്ചു എന്ന് കേൾക്കുമ്പോൾ എന്നെപ്പോലൊരു മകന് സഹിക്കാൻ പോലും പറ്റില്ലായിരുന്നു. തെറ്റെൻ്റേതല്ലെങ്കിലും ഞാൻ കാരണം എൻ്റെ അച്ഛനുണ്ടായ വിഷമത്തിൽ ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കുന്നു. എന്നാ പിന്നെ ഇനി ലേറ്റ് ആക്കാതെ നമുക്ക് ആ കേക്കാൻ കട്ട് ചെയ്താലോ? അതെ, നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. അർച്ചന, ആ കേക്കിങ് എടുക്ക. Happy birthday to you. Happy birthday to you. Happy birthday dear Nandettan. Happy birthday to you. നന്ദ, അവന്തേക്ക് കൊടുക്ക്. നീ എന്താ മാറിയിരിക്കുന്നേ? വാ.